ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൃഷ്ണ കൂടത്തികൾ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കക്കർച്ചി ഫ്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കക്കർച്ചിയിലെ അഴുക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, പെരുംജീരകം, അതുപോലെ കറിവേപ്പിലയാണ്. നമ്മൾ ക്ലീൻ ആക്കി വെച്ച കക്കർച്ചിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളെടുത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും നമുക്ക് നല്ല രീതിക്ക് ഇടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കക്കർച്ചി പുഴുങ്ങാൻ വെക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളം വറ്റിയില്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട് കുറച്ച് നേരം വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കക്കർച്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇടുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ കക്കർച്ചി പൊട്ടി ഇപ്പോൾ നമ്മുടെ മുഖത്തോ കണ്ണിലോ എവിടെയെങ്കിലുമൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് 1-2 മിനിറ്റ് കൂടുന്തോറും തുറന്ന് നോക്കി നിങ്ങളുടെ പാകമാകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. നമ്മുടെ കക്കർച്ചി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് വറുത്തൂരി മാറ്റാവേ. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ മുഖത്തേക്കൊക്കെ കക്കർച്ചി പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമ്മൾ വറുത്തൂരി മാറ്റിയ എണ്ണയിലേക്ക് നമ്മുടെ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഈ പെരുംജീരകം കേട്ടോ നമ്മുടെ ഈ ഫ്രൈയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ വെളുത്തുള്ളിയും ഈ പെരുംജീരകം കൂടി നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞു വരണം. ഒന്ന് റോസ്റ്റ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നല്ല രീതിക്ക് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച മുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്തൂരി മാറ്റി വെച്ച കക്കർച്ചി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കക്കർച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചനും കൂടി ഇത് ഉച്ചയ്ക്ക് ആട്ടുണ്ടാക്കിയേ. ഞാൻ ഉണ്ടായില്ല, സ്കൂളിലായിരുന്നു. വന്നപ്പോൾ തന്നെ നല്ല മണടിച്ച് ഞാൻ അപ്പം തന്നെ ചോറെടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ കഴിക്കണ രീതി ഒന്നും നോക്കണ്ട, വിശന്ന് വലഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ.